നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിമ്മിനി ഫിൽട്ടർ ഉള്ളതാണോ അല്ലെങ്കിൽ ഫിൽട്ടർ ഇല്ലാത്തതാണോ? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾക്ക് ഏതാണ് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് വരുന്നത്? ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഏത് ടൈപ്പ് ചിമ്മിനിയാണ് എടുക്കേണ്ടത്. ഫിൽട്ടർ ഉള്ളതാണോ ഫിൽട്ടർ ഇല്ലാത്തതാണോ, നിങ്ങൾക്ക് ഏതാണ് ക്ലീനിങ്ങിന് എളുപ്പം എന്നുള്ളത് ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതനുസരിച്ചിട്ട് നമ്മളൊരു ചിമ്മിനി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ കാണുന്നത് ഒരു ഫിൽട്ടർലെസ് ചിമ്മിനിയാണ്. ഫിൽട്ടർലെസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ താഴെയിൽ നമുക്ക് ഫിൽട്ടറോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണിപ്പോൾ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിൽട്ടർലെസ് എന്ന് പറയുന്ന സീരീസിൽ വരുന്നതിൻ്റെ ഫിൽട്ടർ. അതായത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ചിമ്മിനിയുടെ അകവും പുറവും എല്ലാം കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ ഉൾഭാഗം ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിൻ്റെ അടിയിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇത്രയും ഭാഗത്തുള്ള ആ ഒരു ഏരിയ നമ്മൾ ഫിൽട്ടർലെസ് ചിമ്മിനി ഒരു സാധാരണ ഒരാളാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹാർഡ് കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നോർമലായിട്ടുള്ള കുക്കിങ്ങോ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിൽട്ടർലെസ് ചിമ്മിനി എടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് ഒരുപാട് ഓയിലോ കാര്യങ്ങളോ താഴത്തേക്ക് വരാനില്ല. ഫിൽറ്ററിലൂടെ തന്നെ എല്ലാം കംപ്ലീറ്റ് ഡയറക്റ്റ് വെളിയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ നല്ലൊരു ഹാർഡ് കുക്കിംഗ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിൽട്ടർലെസ് ചിമ്മിനി മേടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഫിൽട്ടർ ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്യാൻ എളുപ്പമാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കയറിപ്പോകുന്ന ഓയിലുകൾ കംപ്ലീറ്റ് ഈ ഒരു ബോഡിയുടെ ഇൻറ്റേർണൽ ക്യാവിറ്റിയിൽ കംപ്ലീറ്റ് നിറയും. സൈഡിലും എല്ലായിടത്തും ആകും. കാര്യം നന്നായിട്ട് ഹാർഡ് കുക്ക് ചെയ്യുന്ന ആളുടെ കാര്യം പറയുന്നത്. അതുപോലെ ഈ ഭാഗങ്ങളെല്ലാം ഈ ഒരു ഫിൽട്ടർ ഊരിയിട്ട് നമ്മൾ നന്നായിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ഹാർഡ് കുക്ക് ചെയ്യുന്ന കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ കുറേ സമയം ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഓയിൽ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഡിപ്പ് ചെയ്യാൻ തുടങ്ങും. നേരെ മറിച്ച് ഒരു നോർമൽ കസ്റ്റമർ, അതായത് ഹാർഡ് കുക്കിംഗ് ഒന്നുമില്ല, സാധാരണ ഒരു ഉപയോഗം മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഫിൽട്ടർലെസ് ഒത്തിരി ബെനിഫിറ്റാണ്. കാര്യം വളരെ കാര്യമായിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മാത്രം ജസ്റ്റ് എടുക്കുക, ഇതിൻ്റെ ഇത്രയും ഭാഗങ്ങൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. വേറെ ബുദ്ധിമുട്ടോ തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. പക്ഷേ ഹാർഡ് കുക്കിങ്ങുള്ള ഒരാളാണ് ഇത് മേടിക്കുന്നതെങ്കിൽ അവരിതിൻ്റെ അകത്തുനിന്ന് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കംപ്ലീറ്റ് ഓയിലുകളൊക്കെ ഡിപ്പ് ചെയ്ത് താഴത്തേക്ക് പോരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിനൊരു പ്രോപ്പർ ക്ലീനിങ് എപ്പോഴും ആവശ്യമാണ്. അതൊരു ഫ്രീക്വൻ്റ് ആയിട്ട് അത് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ അതുകൂടാതെ ഇതൊരു ഓയിൽ കളക്ടറാണ്. ഈ ഒരു ഓയിൽ കളക്ടർ ഇതും ഒരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ടൈമിൽ തന്നെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഡിപ്പ് ചെയ്ത് ഓയിലെല്ലാം താഴത്തേക്ക് പോരാൻ സാധ്യതയുണ്ട്. ഇനി ഫിൽട്ടറുള്ള ചിമ്മിനിനെ കൂടി കാണിച്ചു തരാം. അതെന്താണ് അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്നും കൂടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫിൽട്ടർ ഉള്ള ചിമ്മിനിയാണ്. ഇപ്പോൾ നമ്മൾ മുമ്പേ കണ്ടത് ഫിൽട്ടർലെസ് ആണ്. ഇത് നമുക്ക് ഫിൽട്ടർ ഉള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഫിൽട്ടർ വരുന്നത്. ബാഫിൽ ഫിൽട്ടറാണ്. ബാഫിൽ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു 2 കൈ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ ഫിൽറ്ററിൻ്റെ ഡിസൈൻ വരുന്നത്. ബാഫിൽ ഫിൽട്ടറുള്ള ചിമ്മിനി കൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ നന്നായിട്ട് ഹാർഡ് കുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെനിഫിറ്റാണ് ബാഫിൽ ഫിൽട്ടറുള്ള ചിമ്മിനികൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ നിന്ന് കവർ ചെയ്ത് പോകുന്ന ഒരു 80% ഓയിലും ഈ ഒരു ഫിൽറ്ററിനകത്തായിരിക്കും കളക്ട് ചെയ്യുക. ഇതിൻ്റെ ഈ അകത്തുള്ള ഈ ബോഡിക്കകത്തോ ഒരു സ്ഥലത്തേക്ക് ഇതിൻ്റെ ഓയിൽ പോകില്ല. ഓയിൽ ഡിപ്പിങ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഹാർഡ് കുക്കിംഗ് നന്നായിട്ട് ചെയ്യുന്നവർക്ക് ഫിൽട്ടറുള്ള ചിമ്മിനി എടുക്കുക, നന്നായിട്ട് ക്ലീൻ ചെയ്യുക. വേറെ ഭാഗങ്ങളൊന്നും കാര്യമായിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതുകൂടാതെ ഇപ്പോഴത്തെ എല്ലാ ചിമ്മിനികളിലും തന്നെ ഓട്ടോ ക്ലീൻ ടെക്നോളജി ഉണ്ട്. ഓട്ടോ ക്ലീൻ ടെക്നോളജി ഉള്ളതുകൊണ്ടിട്ട് ഹാർഡ് കുക്ക് ചെയ്യുന്ന ഒരാളായാലും അതിനകത്ത് ഓട്ടോ ക്ലീൻ ഫംഗ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റായിട്ട് അതിൻ്റെ ഓയിലെല്ലാം കറക്റ്റായിട്ട് ഡിപ്പ് ചെയ്ത് താഴത്തേക്ക് നമ്മുടെ ഈ ഓയിൽ കളക്ടറിൽ കൃത്യമായിട്ട് വന്നു ചേരും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഫിൽട്ടർ ഉള്ള ഓട്ടോ ക്ലീനുള്ള മോഡലാണെന്നുണ്ടെങ്കിൽ ഹാർഡ് കുക്കിങ്ങിന് എപ്പോഴും ബെറ്ററാണ്. നോർമലായിട്ടുള്ള ഒരു ചിമ്മിനി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓട്ടോ ക്ലീൻ ഉണ്ടെങ്കിലും സാധാരണ ഉപയോഗത്തിനാണെന്നുണ്ടെങ്കിൽ ഫിൽട്ടർലെസ് ചിമ്മിനി എടുക്കുക. അതല്ല നല്ല രീതിയിൽ ഡെയിലി കുക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യില്ല എന്നല്ല ഉദ്ദേശിച്ചത്. പക്ഷേ ഹാർഡ് കുക്കിംഗ് ഉണ്ടെങ്കിൽ ഫിൽട്ടർ ഉള്ളതും അതുകൂടാതെ ഓട്ടോ ക്ലീനുള്ള ചിമ്മിനിയാണ് ഏറ്റവും ബെറ്റർ.